വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി ഫസ്റ്റ് റാലീസ് മെത്തേഡ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡ്രോബാക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 വേരിയബിൾസ് ഉണ്ടാകുന്ന കേസിലേ നമുക്ക് റാലീസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 അല്ലെങ്കിൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഇക്വേഷൻ കിട്ടുന്നില്ല. 3 ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. മാസ്, ലെങ്ത്ത്, ടൈം ഇത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് 3 ഇക്വേഷനിൽ 4 വേരിയബിൾ മാക്സിമം, അല്ലെങ്കിൽ 3 വേരിയബിൾ, അല്ലെങ്കിൽ 2 വേരിയബിൾ. അപ്പോൾ 4 കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് റാലീസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ബക്കിംഗ്ഹാംസ് പൈ തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ തിയറത്തിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തിയറത്തിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമുക്ക് 2 വേരിയബിൾസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ നമ്മളെ ഇക്വേഷൻ എത്ര വേരിയബിൾസ് ഉണ്ട് അതിനെയാണ് n വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൽ ഇൻഡിപെൻഡൻറ്റും ഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരും. ദെൻ നമ്മൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫണ്ടമെൻ്റൽ MLT അത് 3 ആണ്. അപ്പം എം ആണ്, നമ്മൾ സ്മോൾ ലെറ്റർ എം ആണ് അതിന് കൊടുക്കുന്നത്. ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് മാസ്, ലെങ്ത്ത്, ടൈം 1, 2, 3 3 ഡയമെൻഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ടോട്ടൽ ഡയമെൻഷൻസ് വേരിയബിൾസിന് നമ്മൾ n കൊടുക്കും. അപ്പോൾ n മൈനസ് എം, ദാറ്റ് മീൻസ് n മൈനസ് 3. സാധാരണ കേസിൽ n മൈനസ് 3 ആയിട്ടാണ് വരുന്ന. അത്ര നമ്പർ ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ പൈ ടേം ഉണ്ടാവും. പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡീഷണൽ ഒരു കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പൈ തിയറം എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് പൈ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ ബക്കിംഗ്ഹാംസ് പൈ തിയറം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാമ്പിൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു വേരിയബിൾസിന് x1 ക്യാപിറ്റൽ ലെറ്റർ x1, x2, x3 ക്യാപിറ്റൽ ലെറ്റർ xn ഡിഫറെൻറ്റ് വേരിയബിൾസ് വരുന്നുണ്ട്. ഈ വേരിയബിൾസിൽ ഒരു വേരിയബിളിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ഓഫ് അടുത്ത വേരിയബിൾസ് ആയിട്ട് എഴുതാം. എന്താ മീൻസ് x1 എങ്ങനെ ചെയ്യുന്നത്, ഡിപ്പെൻഡൻറ്റ് അപ്പോൺ x2, x3. അപ്പോൾ എന്ന് പറഞ്ഞാൽ x1 ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് സം അതർ വേരിയബിൾസ്, ദാറ്റ് മീൻസ് x2, x3, x4 എക്സെട്ര xn ആയിട്ട് എഴുതാം. അതായത് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുന്ന x1 ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് x2, x3, xn എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു ഫംഗ്ഷനായിട്ട് f1 ഫംഗ്ഷൻ, അതിലെന്ത് ചെയ്യുക x1, x2, x3 അപ് ടു xn ഈക്വൽ ടു 0. അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് വാല്യൂ, ദെൻ റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ദെൻ ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷനാണ്. അപ്പോൾ ഈ ഹോമോജീനിയസ് ഇക്വേഷനിൽ x1 xn അപ് ടു n വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പൈ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെയാണ് n മൈനസ് എം പൈ ടേംസ് വരും. അപ്പോൾ ഈ പൈ ടേം x1, x2, x3, xn വരെ എന്ത് ചെയ്യുക, പൈ ടേമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷൻ എഫ് പൈ 1, പൈ 2, പൈ 3 എക്സെട്ര പൈ n മൈനസ് എം ടേംസ് ഉണ്ടാവും. ദാറ്റ് വാല്യൂ ഈക്വൽ ടു 0. ഓക്കെ, ഇതിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ പൈ ടേമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓരോ പൈ ടേം എങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ പൈ ടേമിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഓരോ പൈ ടേമിലും പൈ 1, പൈ 2 എക്സെട്ര പൈ n മൈനസ് എം ടേംസ് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന വേരിയബിൾസിനെ, നമ്മൾ ഫണ്ടമെൻ്റൽ വേരിയബിൾസിനെ 3 വേരിയബിൾസിനെയാണ് നമ്മൾ എടുക്കാറുള്ളത്, മാസ്, ലെങ്ത്ത്, ടൈം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേ രീതിയിൽ നമുക്കതിന് സാധാരണ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വേരിയബിൾസിനെ x1 ഒരു വേരിയബിളായിട്ട് എടുക്കുന്നു, x2 അടുത്ത വേരിയബിൾ, x3 അടുത്ത വേരിയബിൾ. പിന്നെ റിമൈനിങ് ആയിട്ട് വരുന്ന വേരിയബിൾസിനെല്ലാം എന്ത് ചെയ്യും, ഓരോ ഇക്വേഷൻ്റെ ലാസ്റ്റ് 4ാമത്തെ വേരിയബിൾസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അതിന് പവേഴ്സ് കൊടുക്കില്ല, ബാക്കിയുള്ളതിന് പവേഴ്സ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് പൈ ടേംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ വേരിയബിൾ x1, x2, x3, ഈ x1 എടുക്കുന്ന ഫസ്റ്റ് പൈ 1 ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് x1 എടുത്തു കഴിഞ്ഞാൽ ഈ x1 എന്ന് പറഞ്ഞ വേരിയബിളിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് കുറച്ച് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് വേരിയബിൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ബേസ് ചെയ്താണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഡയമീറ്റർ ഇത് വെച്ചിട്ടാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ എടുക്കുന്നത് x1 വേരിയബിൾ. x2 വേരിയബിളിൽ നമ്മൾ ഫ്ലോ പ്രോപ്പർട്ടിയാണ് എടുക്കുന്നത്. ഫ്ലോ പ്രോപ്പർട്ടി ലിസ്റ്റിൽ വരുന്ന ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി കാര്യങ്ങളുമായിട്ട് ബന്ധം, ആക്സിലറേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് x2 എടുക്കുക. x3 വേരിയബിളിൽ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. ഫ്ലൂയിഡിന് പല പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, കൈനമാറ്റിക് വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, മറ്റു കാര്യങ്ങൾ, ദെൻ ഡെൻസിറ്റി. അപ്പോൾ ഇതെല്ലാം ഓരോ സെപ്പറേറ്റ് വേരിയബിൾ എടുക്കണം, അല്ലാതെ റിമൈനിങ് ആയിട്ടുള്ള വേരിയബിൾ എടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 5 n വാല്യൂ വേരിയബിൾസ് 5 ആണ് വരുന്നതെങ്കിൽ നമുക്ക് മൊത്തം പൈ ടേം എത്ര വരും, 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 5 വേരിയബിൾസിന് 3 വേരിയബിൾസിന് ഇവിടെ ആഡ് ചെയ്തു, 1, 2, 3. അതേ വേരിയബിൾസിന് 1, 2, 3 ആഡ് ചെയ്തു. അപ്പോൾ 5 എണ്ണം വരണമെങ്കിൽ എന്ത് ചെയ്യും, ബാക്കി 2 വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസിന് ഒരു വേരിയബിൾ ഇവിടെ, ഒരു വേരിയബിൾ ഇവിടെ. അപ്പോൾ ഇനി 6 ആണെങ്കിലോ ഇവിടെ 3 വേരിയബിൾസ്, ഇവിടെ 1 4, ഇവിടെ ആ 3 തന്നെ 4, ഇവിടെ 5, അടുത്ത ഇവിടെ 6 വരും. പിന്നെ എന്ത് ചെയ്യണം,
എന്നിട്ട് ഈ പൈ ടേമിൻ്റെ പവറെല്ലാം 0 ആണ്, കാരണം MLT ഇവിടെ 0 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് റാലീസ് മെത്തേഡ് ഇത് യൂസ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷന് ഒരു പൈനെ അടുത്ത പൈൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് സെലക്ഷനിൽ എടുക്കുന്ന റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആർ ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ ഓഫ് ദ ഫ്ലൂയിഡ്, ദെൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ, ദെൻ ഡയമീറ്റർ d ഓഫ് ദ റോട്ടർ ആൻഡ് ദ ഡിസ്ചാർജ് q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നു, ബാക്കി പാരാമീറ്റേഴ്സിൻ്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മ്യൂ ഫസ്റ്റ് വേരിയബിൾ 1, 2, 3, 4, 5, 6 മൊത്തം ടോട്ടൽ 6 വേരിയബിൾസാണ് നമുക്കിവിടെ വരുന്നത്. ന്യൂ ഈക്വൽ ടു 5 ഇൻറ്റു മ്യൂ ബൈ റോ d സ്ക്വയറിൻ്റെ ഒമേഗ ഓർ q ബൈ ഒമേഗ d ക്യൂബ്, ഇതേ രീതിയിൽ തരാം. അപ്പോൾ ഇതിന് ചെയ്യുന്ന പ്രൊസീജിയർ നോക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ 2 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 6 വേരിയബിൾസ് മീൻസ് സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 6 ആണ്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്പ് 4-5 സ്റ്റെപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതൊക്കെ വേരിയബിൾസ് നോക്കാം. എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ റോ, മ്യൂ, ഒമേഗ, ഡി ആൻഡ് ക്യൂ. ഇത്ര വേരിയബിൾസ് 5 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് എഫിഷ്യൻസി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് റോ, മ്യൂ, ഒമേഗ, ഡി, ക്യൂ. ഓക്കെ, ദെൻ അതൊരു ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫംഗ്ഷൻ ഓഫ് മ്യൂ, റോ, മ്യൂ, ന്യൂ, ദെൻ ഒമേഗ, ഡി, ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഫംഗ്ഷനിൽ ഈ 6 വേരിയബിൾസിനെയും വെച്ച് ആ വാല്യൂ ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ. അടുത്ത നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ഓൾറെഡി പറഞ്ഞു, n ഈക്വൽ ടു 6 ആണ്. എഫിഷ്യൻസി പറഞ്ഞാൽ അത് ഡയമെൻഷൻസ് ലെസ് ആണ്. മീൻസ് മാസ് ഡിവൈഡ് ബൈ വോളിയാണ്, ml റേസ് ടു -3. ദെൻ മ്യൂ വരുന്നത് ml റേസ് ടു -1, t റേസ് ടു -1. ദെൻ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൻ പെർ സെക്കൻഡ് ആണ്, t റേസ് ടു -1. d മീൻസ് ഡയമീറ്റർ ആണ്, അത് ലെങ്ത് ആണ്. q ഡിസ്ചാർജ് മീൻസ് l ക്യൂബ് t റേസ് ടു -1. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ ഡയമെൻഷൻ മാർക്ക് ചെയ്തു. ഇനി നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ മീൻസ് m ഈക്വൽ ടു 3. അപ്പോൾ എത്ര പൈ ടേം ഉണ്ട് നോക്കാം. നമ്പർ ഓഫ് പൈ ടേം ഈക്വൽ ടു n മൈനസ് m. n മീൻസ് ഓൾറെഡി 6 ആണ്, m മീൻസ് 3 ആണ്. 6 മൈനസ് 3, അപ്പോൾ 3 ഇക്വേഷൻസ്, 3 പൈ ടേംസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് പൈ 1, പൈ 2, പൈ 3. ഓക്കെ, ഇത് ക്ലിയർ ആയില്ല. ദെൻ അതിന് ഇക്വേഷനിൽ ലാസ്റ്റ് ഇക്വേഷൻ എഴുതിയ അതേ രീതിയിൽ എന്ത് ചെയ്യുക, f1 പൈ 2 പൈ 3 ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടി. ഇതാണ് സ്റ്റെപ്പ് 1 വരുന്നത്. ഇനി സ്റ്റെപ്പ് 2 ഇനി ഡിസ്കസ് ചെയ്യാം. പൈ 1 ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ എഴുതണം, പൈ 2 ഇക്വേഷൻ, പൈ 3 ഇക്വേഷൻ എഴുതാം. അപ്പോൾ അതിന് നമുക്ക് റിപ്പീറ്റഡ് വേരിയബിൾ ഇട്ടണം, പിന്നെ അഡീഷണൽ ആയിട്ട് നാലാമത്തെ ഓരോന്നിൻ്റെയും ഓരോ ഇക്വേഷന് 4ാമത്തെ ടേം ഇട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പൈ ടേം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പൈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈ ടേമിൽ എത്ര വേരിയബിൾസ് വരും, m വേരിയബിൾസ് പ്ലസ് 1 അഡീഷണൽ ലാസ്റ്റിലും വരും. അപ്പോൾ m മീൻസ് ഇവിടെ 3 ആണ്, MLT രീതിയിൽ. അപ്പോൾ 3 + 1 4 വേരിയബിൾസ് വരും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് വേരിയബിൾ ഏതൊക്കെയാണ് വേണ്ടിയെന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മ്യൂ നമുക്ക് റിപ്പീറ്റഡ് വേരിയബിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം മ്യൂന് നമുക്ക് ഡയമെൻഷൻ ലെസ് ആണ്, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ബേസ് ചെയ്തെടുക്കണം. അപ്പോൾ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ബേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ d ഉണ്ട്, അപ്പോൾ d എടുത്തു, ഫസ്റ്റ് d എടുത്തു. ദെൻ ഫ്ലോ പ്രോപ്പർട്ടി അടുത്തെടുക്കണം. അതാണ് ഫസ്റ്റ് പൈ 1 ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, പൈ 1 ഈക്വൽ ടു d റേസ് ടു a1. ദെൻ അടുത്തത് ഫ്ലോ പ്രോപ്പർട്ടി എടുക്കുക. ഫ്ലോ പ്രോപ്പർട്ടി മീൻസ് വെലോസിറ്റി ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ആംഗുലർ വെലോസിറ്റി ഉണ്ട്, ഒമേഗ റേസ് ടു b1 കൊടുത്തു. അടുത്ത് തേർഡ് വണ്ണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്, അത് ഡെൻസിറ്റി കൊടുത്തു, ഡെൻസിറ്റി റേസ് ടു c1. ദെൻ റിമൈനിങ് നമുക്ക് ഏതൊക്കെയുള്ളതും ചെക്ക് ചെയ്യാം. നമുക്ക് ക്യൂ ഉണ്ട്, മ്യൂ ഉണ്ട്, ന്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ എഫിഷ്യൻസി ന്യൂ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത പൈ 2 ടേം ഈക്വൽ ടു ഇതേ സെയിം റിപ്പീറ്റഡ് വേരിയബിൾ d റേസ് ടു a1 a2, ഒമേഗ റേസ് ടു b2, റോ റേസ് ടു c2. ഇനി ന്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വേരിയബിൾ മ്യൂ ആണുള്ളത്, മ്യൂ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ മൂന്നാമത്തെ പൈ 3 ടേമിൽ ശ്രദ്ധിക്കുക. പൈ 3ൽ ഇതേ രീതിയിൽ റിപ്പീറ്റഡ് വേരിയബിൾ d ഒമേഗ റോ, d റേസ് ടു a1 a2 കൊടുത്തു. ഇനി a3, ഒമേഗ റേസ് ടു b3, ദെൻ റോ റേസ് ടു c3. ദെൻ റിമൈനിങ് ആയിട്ട് ഒരു വേരിയബിൾസ് മാത്രമേ ഇനിയുള്ളൂ, ക്യൂവും കൊടുത്തു. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര വേരിയബിൾസ് ഉണ്ട്, 1 2 3 4 5 6 6 വേരിയബിൾസുമായി. അപ്പോൾ 3 ഇക്വേഷനായി. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഓരോ ഈച്ച് പൈ ടേംസിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ പൈ 1 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പൈ 1 ഇക്വേഷനിൽ
ലെഫ്റ്റ് സൈഡിൽ വരുന്നത് മാസും ലെങ്ത്തും ടൈമും എല്ലാം 0 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ടേം നോക്കാം. ഓൾറെഡി നമ്മൾ റൈറ്റ് സൈഡിലെ ടേം എഴുതിയിട്ടുള്ള ലെങ്ത്ത് റേസ് ടു A1, ദെൻ ഒമേഗ റേസ് ടു B1. അതെന്ന് വെച്ചാൽ ഒമേഗ മീൻസ് T റേസ് ടു -1, അതിൻ്റെ റേസ് ടു B1. ദെൻ അടുത്ത് ഡിസ്ചാർജ് ചെയ്ത് ML റേസ് ടു -3 റേസ് ടു C1. പിന്നെ നമ്മളടുത്ത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി മാസ് റേസ് ടു 0 എന്നാണ് ഡയമെൻഷൻ്റെ ആണ്. ആ വാല്യൂസിൽ L റേസ് ടു 0, T റേസ് ടു 0 എടുത്തു. ഇനി ലെഫ്റ്റ് സൈഡിൽ എമ്മും എല്ലും ടിയും 0 ആണ്. എല്ലാം ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ പവേഴ്സ് ഓഫ് എം, ലെഫ്റ്റ് സൈഡിൽ പവേഴ്സ് ഓഫ് എം 0 ആണ്, റൈറ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ നോക്കുക. ഇവിടെ ഒന്നുമില്ല, ഇവിടെ എമ്മിന് 1 ആണ്, അപ്പോൾ സി ഇവിടെ എം 0 ആണ്, അപ്പോൾ C1 ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ ഫസ്റ്റ് വേരിയബിൾ നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ കിട്ടി. പവേഴ്സ് ഓഫ് അടുത്ത് എല്ലിൻ്റെ പവേഴ്സ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 0 ആണ്, റൈറ്റ് സൈഡിൽ ഇവിടെ A1 വന്നു. ദെൻ ടിയിൽ വരെ വരുന്നില്ല, ഇവിടെ -3C, ഇവിടെ എല്ലിന് 0. അപ്പോൾ A1 ഈക്വൽ ടു ഓൾറെഡി C1 ഈക്വൽ 0 ആണ്, അപ്പോൾ A1 ഈക്വൽ ടു ഓൾസോ 0 കിട്ടി. ദെൻ അടുത്ത് പവേഴ്സ് ഓഫ് ടി നോക്കാം. പവേഴ്സ് ഓഫ് ടി നോക്കാം, ലെഫ്റ്റ് സൈഡിൽ 0, റൈറ്റ് സൈഡിൽ -1 ഇൻറ്റു ബി. ദെൻ ടീൻ്റെ വാല്യൂസ് ഇവിടെ എല്ലാം 0 ആണ്, അപ്പോൾ B1 ഓൾസോ 0. അപ്പോൾ ഇവിടെ എല്ലാ വാല്യൂയും നമുക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂസിന് ഇവിടെ A1 0, pi1 ഈക്വൽ ടു L റേസ് ടു 0, A1 0 ആണ്, T റേസ് ടു -1 റേസ് ടു 0, ഈ വാല്യൂ റേസ് ടു 0. അപ്പോൾ A1 B1 0, എല്ലാ വാല്യൂ 0 ഒന്നുകൊണ്ട് എന്ത് ചെയ്യും, റിമൈനിങ് മ്യൂ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് pi1 ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ക്ലിയർ? ഇനി നമുക്കടുത്ത് pi2 നോക്കാം. pi2 എങ്ങനെ ചെയ്യുന്നത് നോക്കാം. pi2ൽ ഇതേ രീതിയിൽ തന്നെ pi2 ഈക്വൽ ടു MLT, M 0, L 0, T 0, കാരണം പൈന് ഡയമെൻഷൻലെസ് വേരിയബിളാണ്. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ എല്ലും ടിയും ഉള്ള വേരിയബിൾസ് കൊടുക്കാം. L റേസ് ടു A2, T റേസ് ടു -1 ഇൻറ്റു B2, L റേസ് ടു -3 ഇൻറ്റു C2. ദെൻ അടുത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ വേരിയബിൾ ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. ML റേസ് ടു -1, T റേസ് ടു -1. അപ്പോൾ ഈ ടേം വന്നുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ സം വേരിയേഷൻ വരാം ലാസ്റ്റ് കേസിൻ്റെ കാട്ടിലും. അപ്പോൾ അതിന് പവേഴ്സ് ഓഫ് എം നോക്കാം. പവേഴ്സ് ഓഫ് എം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ പവർ 0 ആണ്, അപ്പോൾ റൈറ്റ് സൈഡിൽ എമ്മിൻ്റെ പവേഴ്സ് നോക്കുക. ഇവിടെ പവേഴ്സ് ഇവിടെ രണ്ടിലും എം ഇല്ല, ഇവിടെ എം ഉണ്ട്, എമ്മിൻ്റെ പവർ 1 ആണ്, 1 ഇൻറ്റു C, അപ്പോൾ C2 ആണ് ഇവിടെ ഉള്ളത്, C2 പ്ലസ് ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, +1. അപ്പോൾ എന്ത് ചെയ്യും, C2 ഈക്വൽ ടു -1, ഫസ്റ്റ് വാല്യൂ കിട്ടി. ഇനി അടുത്ത എല്ലിൻ്റെ പവേഴ്സ് നോക്കുക. എല്ലിൻ്റെ പവേഴ്സ് ഇവിടെ 0 ആണ്, പൈൻ്റെ ഇതാകുമ്പോൾ എല്ലാത്തിനും 0 ആണല്ലോ. എല്ലിൻ്റെ പവർ 0, എല്ലിൻ്റെ ഇവിടെ വരുന്നത് A2, ഇവിടെ A2 കൊടുത്തു. ദെൻ ഇവിടെ ടിയിൽ പവർ L വരുന്നില്ല, ഇവിടെ -3 C2, ദെൻ എല്ലിൻ്റെ പവർ -1. ദെൻ ഇവിടെ C2 0, A2 ഈക്വൽ ടു -2 കിട്ടി. ഓക്കെ, ഇനി അടുത്ത് പവേഴ്സ് ഓഫ് ടി ചെയ്യണം. പവേഴ്സ് ഓഫ് ടി ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നിൻ്റെ ചെയ്യണം. പവേഴ്സ് ഓഫ് ടി ചെയ്യുമ്പോൾ പവേഴ്സ് ഓഫ് ടി മീൻസ് ലെഫ്റ്റ് സൈഡ് 0, റൈറ്റ് സൈഡിൽ ടീൻ്റെ വാല്യൂ -B2, ഇവിടെ ടീൻ്റെ വാല്യൂ -1, ദാറ്റ് ഈസ് B2 ഈക്വൽ ടു -1. ദെൻ pi2 ഈക്വൽ ടു, അപ്പോൾ എല്ലാ വേരിയബിളും കിട്ടി. ദെൻ pi2 ഈക്വൽ ടു ഇക്വേഷൻ കൊടുത്താൽ, അപ്പോൾ T റേസ് ടു A2ൻ്റെ വാല്യൂ കൊടുക്കാം. A2ൻ്റെ വാല്യൂ -2. ദെൻ ഒമേഗ റേസ് ടു B2ൻ്റെ വാല്യൂ -1. ദെൻ റോ റേസ് ടു C2 -1 ഇൻറ്റു മ്യൂ. ഇതിനൊരു അറേഞ്ച് ചെയ്ത് ഒരു ഇക്വേഷനിലേക്ക് മാറ്റി. അടുത്ത് തേർഡ് പൈ ടേം ഇതേ രീതിയിൽ എന്ത് ചെയ്യാം, എം ഫസ്റ്റ് ജോമെട്രിക്കൽ, ദെൻ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി കൊടുത്തു. ലാസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ ഡിസ്ചാർജാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ചാർജ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് അൺനോൺ ആയിട്ടുള്ള A3, B3, C3 കിട്ടും. ഓക്കെ, ലാസ്റ്റ് A3, B3, C3 കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ pi3 ഈക്വൽ ടു D റേസ് ടു -3, ഒമേഗ റേസ് ടു -1, റോ റേസ് ടു 0, Q എന്ന് കിട്ടും. കാരണം pi3 ഈക്വൽ ടു Q ബൈ എന്ത് ചെയ്യാം, D റേസ് ടു 3 ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും. അഞ്ചാമത്തെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക, എല്ലാ ഇക്വേഷനും റീഅറേഞ്ച് ചെയ്തെല്ലാം ഒന്നിച്ച് കൊണ്ടുവരാം. അപ്പോൾ എഫ് ഓഫ് ഫംഗ്ഷൻ ഈക്വൽ ടു മ്യൂ ഇൻറ്റു മ്യൂ ബൈ D സ്ക്വയർ ഒമേഗ റോ. ലാസ്റ്റ് pi3 ഈക്വൽ ടു Q ബൈ D ക്യൂബ് ഒമേഗ T. ദെൻ ഇതിൽ മ്യൂ ആണെങ്കിൽ പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ ഓഫ് മ്യൂ ബൈ D സ്ക്വയർ റോ ഒമേഗ ഇൻറ്റു റോ, Q ബൈ D ക്യൂബ് ഒമേഗ. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്.